നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷിയുടെ പിറന്നാളാ ഈ വരുന്ന 10-ാം തീയതി. അവൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. അതിനെന്താ, തീർച്ചയായും വാങ്ങിക്കൊടുക്കാം. പിന്നെ ഞാനൊരു കത്ത് അയച്ചിരുന്നു, അത് കിട്ടിയോ? കത്തോ? ആ, എനിക്ക് കുറെ കാര്യങ്ങൾ ദേവിയോട് പറയാനുണ്ടായിരുന്നു. അതെല്ലാം ആ കത്തിലുണ്ട്. ആ, മീനാക്ഷിക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ദാ ഒരു മിനിറ്റ്. മീനാക്ഷി. ഓ, വന്നല്ലോ. ഒരിടത്ത് സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പ വന്നോളൂ മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ചോണ്ട്. ദാ നിനക്കൊരു ഫോണുണ്ട്. എനിക്ക് ഫോണോ? അതാരാ? നിന്റെ അച്ഛനാ. അയ്യോ, എന്റെ അച്ഛനാ? എന്നിട്ട് നിങ്ങൾ എന്താ ഇത്ര സ്ലോ മോഷൻ? ഇങ്ങോട്ടാ അച്ഛാ. അച്ഛാ, അച്ഛനവിടെ സുഖാണോ അച്ഛാ? സുഖാണ് മോളെ. അച്ഛനിവിടെ നല്ല സുഖ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തോന്നാ ഞാൻ അച്ഛനെ സംസാരിക്കുന്ന കേൾക്കാൻ നിൽക്കാണോ? അങ്ങോട്ട് മാറി നിന്നേ. അച്ഛാ, എനിക്കിവിടെ സുഖമാ. എനിക്ക് അച്ഛന്റെ കാര്യം ഓർത്തേ സങ്കടമുള്ളൂ. അച്ഛന്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. അച്ഛാ, ഇനിയും എന്ന് വരാൻ പറ്റും അച്ഛാ? അച്ഛന് വേഗം വരാൻ പറ്റും മോളെ. അച്ഛൻ ജയിലിൽ കിടക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിനല്ലേ. കേസ് അച്ഛന് അനുകൂലമായിട്ട് വരും. എന്റെ മോള് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അച്ഛന് വേണ്ടി തന്നെ അച്ഛ ഏതു നേരവും പ്രാർത്ഥിക്കുന്നത്. അച്ഛനെ കാണാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല അച്ഛ. എന്റെ മോളെങ്ങനെ കരയാതെ? എന്റെ കുഞ്ഞിന്റെ കരച്ചില് കേട്ട എനിക്കിവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഇല്ലച്ച, ഞാനിനി കരയില്ല. മോള് കരയരുത്, സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കണം. മോൾ ആരോടും വഴക്കിനൊന്നും പോകരുത്. വഴക്കോ? എന്തിന്? അല്ല, അച്ഛൻ പറഞ്ഞതാ. മോള് ദേവി പറയുന്ന അനുസരിക്കണം. അച്ഛാ, അച്ഛൻ അച്ഛന്റെ കാര്യങ്ങൾ സംസാരിക്കും. എനിക്ക് അത് കേൾക്കാനാ ഇഷ്ടം. എത്ര ദിവസമായി അച്ഛ ഞാൻ അച്ഛനെ കണ്ടിട്ട്? കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ മോളെ. സമയം കഴിഞ്ഞു. അച്ഛാ, 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 ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.